എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊന്നും കളയണ്ട, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് പ്ലാസ്റ്റിക് കുപ്പി തണ്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകൾ വശം ഇങ്ങനെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് തണ്ട് ഇതുപോലൊന്ന് മുറുക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മണ്ണോ വെള്ളമോ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെടി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വാഴയില അതെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ കഴുകി കീടങ്ങളൊന്നും ഇല്ലയെന്ന് അറിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിത് കുളിക്കാനും വേണ്ടി ഉപയോഗിക്കാൻ നല്ലതാണ്, സ്ക്രബ്ബറായിട്ട് കേട്ടോ. അന്നേരം സ്കിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെക്ക് നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കല്ല. പിന്നെ ഈ തടിയുടെയൊക്കെ തവിയും സ്പൂണും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഉള്ളിലെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകും. നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും അത് അത്ര ഉണ്ട് ക്ലീൻ ആകണം എന്നില്ല കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൻ്റെ വാഷർ നമ്മൾ എന്ന് കഴുകിയാലും നമ്മളായിരിക്കും നല്ല വൃത്തിക്കിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആഴ്ച ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ അഴുക്ക് കാണും. അത് നമ്മളതൊരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടായാലും മതി കേട്ടോ, ചെറിയൊരു ചൂട് വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ടൈറ്റായിട്ടുള്ള വാഷറൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് വൃത്തിയാക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ലേശം ബേക്കിംഗ് സോഡയും വേണമെങ്കിൽ ഉപ്പ്, എന്നിട്ട് 1-2 ഡ്രോപ്പ് ലിക്വിഡും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചേക്കുക. അതിനുശേഷം ഇതെടുത്തിട്ട് നല്ലപോലെ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ബ്രഷ് വെച്ച് ഉരച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് നമ്മൾ പോലും ഞെട്ടിപ്പോകും. ഇതിപ്പോൾ കുക്കറിൻ്റെ വാഷറാണെങ്കിലും ഇപ്പം മിക്സിയുടെ ജാറാണ്, നമുക്ക് ആ ഒരു വാഷറാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ ഇത്ര മാത്രം അഴുക്കുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉണക്കിയിട്ട് പിന്നെ അത് ഉപയോഗിക്കാം. നല്ല വൃത്തിക്ക് അത് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുമല്ലോ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കറുത്ത കളർ ഇരിക്കുന്ന വാഷറിനകത്ത് ഇത്രയും അഴുക്കുണ്ടെന്നൊന്നും നമ്മൾ അറിയില്ല. അതാണ് ഈ രീതിയിൽ ക്ലീൻ ചെയ്യുമ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുകൊണ്ട് ആ വെള്ളം ഉപയോഗിച്ച് തന്നെ ആ ഒരു മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് അതിലേക്ക് ലേശം മുളക് പൊടി നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇനി ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം. പ്രത്യേകിച്ച് കറി ഒന്നും തന്നെ വേണ്ട, നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ, എളുപ്പകരമാണ്. പിന്നെ നമ്മൾ ഇഡലിത്തട്ടിൽ ഇതുപോലെ വാഴയിലയൊക്കെ വെച്ചിട്ട് ലേശം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇഡലി പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇഡലിത്തട്ടിൽ അഴുക്കാവില്ല, അത് കഴുകേണ്ട ആവശ്യമില്ല. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലി നമുക്ക് തയ്യാറാക്കാനും പറ്റും കേട്ടോ. അന്നേരം ഹെൽത്തി ആയിട്ടുള്ള ഇഡലി എന്ന് പറയുമ്പോൾ വാഴയിലയ്ക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അന്നേരം വളരെ സിമ്പിളായിട്ട് പാത്രവും കഴുകണ്ട, നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഇഡലി നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ രീതിയിൽ നമ്മൾ ഇഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ. പിന്നെ നമ്മൾ ചായയൊക്കെ അരിക്കുമ്പം അതിൽ കിട്ടുന്ന തേയിലയുടെ ചണ്ടുണ്ടല്ലോ, അത് കളയണ്ട. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ് കേട്ടോ, വേസ്റ്റാക്കി കളയണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ മുറിച്ചതായിട്ടുള്ള പച്ചക്കറികളൊക്കെ പെട്ടെന്ന് അഴുകിപ്പോവും. അത് നമ്മൾ എങ്ങനെ സൂക്ഷിച്ചതെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അഴുകിപ്പോവും. അത് മുഴുവനായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുമ്പോഴാണെങ്കിൽ അത് തന്നെ സംഭവിക്കും. അതായത് നമ്മൾ ലേശം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ ലേശം വിനാഗിരിയോ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് കമത്തി വെച്ച് കഴിഞ്ഞാൽ അത് പന്നലാവില്ല കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഉരുളൻകിഴങ്ങൊക്കെ പെട്ടെന്ന് മുളച്ച് പോവും നമ്മൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ. ഈ എണ്ണയുണ്ടല്ലോ, എണ്ണ കവറ്, ഒന്നുകിൽ എണ്ണ ലേശം എടുക്കുക അല്ലെങ്കിൽ എണ്ണ കവർ ഇതുപോലെ കീറിയതിന് ശേഷം ഇതുപോലെ ഉരുളൻകിഴങ്ങ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊരു ഡിസ്പോസിബിൾ പാത്രത്തിനകത്ത് നമ്മൾ ന്യൂസ് പേപ്പറോ ഏത് പേപ്പർ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ കേടാകില്ല, അതുപോലെ മുളയ്ക്കത്തുമില്ല കേട്ടോ. ഇനി പച്ചരി ഉഴുന്ന് ചോറൊക്കെ ചേർത്ത് തലേന്ന് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നല്ലതുപോലെ പുളിച്ച് പൊന്തി വന്ന മാവാണേ. അന്നേരം ഇത് നമുക്ക് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദോശ, ഇഡലി, അങ്ങനെ ഉദ്ദേശിച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അതെല്ലാം നമുക്ക് കുറച്ച് കിച്ചൺ ടിപ്പുകൾ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് നമ്മൾ പറയാമേ. അന്നേരം നമ്മൾ ഉപ്പിടാതെ കുറച്ച് മാവ് നമ്മളൊന്നെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കടലമാവിൻ്റെ പൊടി. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം, തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് കടലമാവ്, മഞ്ഞൾപ്പൊടി, ഈ ഒരു മാവും കൂടെ ചേർത്ത് നമ്മൾ ഫേസ് പാക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ തൈരൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം.
യൂസിൽ തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അന്നേരം നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കും. നിലവിലുള്ള സ്കിന്നിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് നല്ല ബ്രൈറ്റ്നെസ് തോന്നുന്ന രീതിയിലുള്ള സ്കിന്നിൻ്റെ ഇത് വരും കേട്ടോ. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്പൂണ് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ എത്ര കഠിനമായിട്ടുള്ള കറ പിടിച്ചിട്ടുള്ള അഴുക്കില്ലേ, ഇപ്പം നമ്മൾ എത്ര ഉരച്ചാലും അത് വൃത്തിയാവാത്ത രീതിയിലുള്ളത് ഒന്നും വിഷമിക്കേണ്ട. ഈ ദോശമാവുണ്ടല്ലോ, ഇതിപ്പോൾ ഇതുപോലെ അരച്ച് വെച്ചതിനകത്ത് ബാക്കിയൊന്നും ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. അവസാനമൊക്കെ ഈ പാത്രം വടിക്കുന്ന മാവുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഈ 2 സ്പൂണാണ് നിങ്ങളെ ഒന്ന് എക്സാമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ കണ്ടില്ലേ, നല്ല അത്യാവശ്യം കറയുണ്ട്. ഈ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ഇതുപോലുള്ള കറകൾ ഈ ഒരു സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇത് വൃത്തിയാക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൈവേദന ഉണ്ടാകുന്ന രീതിയിൽ നല്ലപോലെ ഉരച്ച് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് വൃത്തിയാക്കേണ്ടി വരും കേട്ടോ. അത് അത്യാവശ്യം നല്ല മെനക്കെട്ടൊരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേന് നമുക്കിനി ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് ജസ്റ്റ് ഒരു സോഫ്റ്റായിട്ടുള്ള സ്ക്രബ്ബറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കാണിക്കട്ടെ. വളരെ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്കിനി എത്ര കഠിനമായിട്ടുള്ള കറകളെയും നമുക്ക് ഒരുപാട് കൈ കൊണ്ടിട്ട് ഉരച്ച് നമ്മുടെ കൈയൊന്നും മെനക്കെടാത്ത രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തുമാത്രം ഡാർക്കായിട്ടുള്ള കടുത്ത കറയായിരുന്നു. അതെല്ലാം മാറ്റി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂണിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ദോശമാവൊക്കെ ചുട്ടതിന് ശേഷം ആ ഒരു പാത്രം വടിച്ച് എടുക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്ലീനിങ് ടിപ്സ് ചെയ്യാം. നമ്മൾ ഇനി ദോശമാവ് ഇഡലി മാവൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്കും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ലൊരു സ്റ്റീലിൻ്റെ ക്ലീനിങ്ങും, സ്റ്റീലിൻ്റെ മാത്രമല്ല കേട്ടോ, നമുക്ക് ടൈൽസ് എന്ത് വേണമെങ്കിലും എത്ര കടുത്ത കറ എവിടെ ഉണ്ടെങ്കിലും ഇത് കളയണ്ട, കഴുകി കളയണ്ട. ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. ഇനി നമ്മൾ ഫെയർനെസ് ഓയിൽ, അതിനോടൊപ്പം തന്നെ ഹെയർ ഓയിൽ, 2 പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇത് മിക്ക ആൾക്കാരും നമ്മുടെ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. പലരും വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നതിന് ഒറ്റൊരു കാരണമേ ഉള്ളൂ. നമ്മൾ കെമിക്കലൊന്നും ചേരാതെ നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് കേട്ടോ. വാങ്ങിച്ചവർ മറ്റുള്ളവരോട് പറയുന്നതും അതിന് ഒറ്റൊരു റീസണേ ഉള്ളൂ കേട്ടോ. അന്നേരം നമ്മൾ ഈ ഒരു അനാർക്കലിയുടെ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ചേർത്തിട്ട് മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ശുദ്ധമായിട്ടുള്ള ആട്ടുവെളിച്ചെണ്ണയിൽ. ഫെയർനെസ് ഓയിൽ എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, കുങ്കുമപ്പൂവ്, അവക്കാഡ, പപ്പായ, അങ്ങനെ തുടങ്ങി ഒരുപാട് നാച്ചുറൽ ചേരുവകൾ ചേർത്തിട്ട് എന്ത് തരത്തിലുള്ള പാടുകൾ മാറി സ്കിന്നിന് നല്ല കരിവാളിപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും പാടുകളൊക്കെ മാറാനും നല്ലതാണ്. ഹെയർ ഓയിൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ഏതൊക്കെ പ്രശ്നം കാരണം മുടി വളരുന്നില്ലെങ്കിലും, താരം പ്രശ്നമാണെങ്കിലും, ചൊറിച്ചിലാണെങ്കിലും എല്ലാം മാറി അകാല നരയൊക്കെ തടയാൻ, നല്ല ഉറക്കം കിട്ടാനും യാതൊരു വിധമായ കെമിക്കൽസും ചേരാത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ. അന്നേരം നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ചേർത്ത് അടങ്ങുന്ന ഏതൊരു പ്രൊഡക്റ്റിനും പ്രിയം കൂടുതലാണ്. ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്യും. റിസൾട്ട് അവർ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.